വണക്കം, നമസ്കാരം, സസ്രേക്കാൾ. ഞാൻ നിങ്ങളുടെ മോട്ടീവ് ഫൈൻഡർ. പുഷ്പ 2 ദി റൂൾ. ഇതൊരു മോട്ടിവേഷൻ പ്ലസ് ഒരു മൂവി റിവ്യൂ വീഡിയോ ആണ്. മോട്ടിവേഷനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഭാര്യയുടെ വാക്ക് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ ജീവിതത്തിൽ നല്ലതേ സംഭവിക്കൂ എന്നുള്ളതിന് ഒരു ഉദാഹരണമായിട്ട് സിനിമയുടെ ഇതിൽ പറയാം. അത് സിനിമയിൽ ഉടനീളം അത് വ്യക്തമായിട്ട് അത് കാണിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഒരു ചെറിയ മൂവി റിവ്യൂ ആയിട്ട് പറയുകയാണെങ്കിൽ മലയാളികൾക്ക് അത്ര ദഹിക്കുമെന്ന് തോന്നുന്നില്ല ഈ ഒരു മൂവി. കാരണം ഞാൻ കണ്ട സിനിമ തിയേറ്ററിൽ ഫുള്ളായിരുന്നു. പക്ഷെ ഇന്റർവെല്ല് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പകുതിയോളം പേര് ഇറങ്ങിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു റിവ്യൂ പറഞ്ഞത്. പിന്നെ ഇത് പല സിനിമകളെയും കോപ്പി അടിച്ചായിട്ട് തോന്നി. ഒരു ദേവര മൂവിയില് ഒരു കുറച്ച് സീൻസ്, പിന്നെ അതുപോലെ കാന്താര മൂവീസിലെ കുറച്ച് സീൻസ്, പിന്നെ നമ്മുടെ അമരൻ മൂവിയിലെ കുറച്ച് സീൻസ്, എല്ലാം ഒരു കുറച്ച് കോപ്പി അടിച്ച പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. മേ ബി എനിക്ക് തോന്നിയതാവാമെങ്കിൽ കണ്ടിട്ടുള്ളവർ അതിനൊരു അഭിപ്രായം പറയൂ. പിന്നെ ഇതിലെ പാട്ടുകൾ ദേവിശ്രീ പ്രസാദ് കുറച്ച് നമ്മളെ വിഷമിപ്പിച്ച് കളഞ്ഞു. പുഷ്പ 1 പ്രതീക്ഷ ഒരിക്കലും പുഷ്പ 2 കാണാൻ പോകരുത്. ഫഹദ് ഫാസിലിന്റെ അഭിനയം നമ്മുടെ പുഷ്പ 1 കാണിച്ച പോലെ ക്ലൈമാക്സിൽ വരുന്ന ഒരു എൻട്രിയിലുണ്ടാവുന്ന പെർഫോമൻസ് പുഷ്പ 2 അത്ര കണ്ടില്ല. അഭിനയമൊക്കെ നന്നായിരുന്നു, പക്ഷെ ഒരു മാസ് ഫീലിംഗ് നമുക്ക് പ്രതീക്ഷിച്ചില്ല. പുഷ്പ 1 കാണുന്ന പോലെ തന്നെ ട്വിസ്റ്റുകൾ ഇതിനകത്തുണ്ടായിരുന്നു. അതപ്പോ നമ്മള് തുടക്കം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു പുഷ്പ 3 ഉണ്ടാവും എന്നുള്ളത്. തുടക്കം മുതലേ നമുക്കത് ഫീൽ ചെയ്യും 3ലേക്ക് പോകുമെന്നുള്ളത്. അപ്പൊ ലാസ്റ്റ് ക്ലൈമാക്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പുഷ്പ 3 ഉണ്ടാവുമെന്നുള്ള രീതിയിൽ തന്നെ അത് അവസാനിപ്പിക്കുകയും ചെയ്തു. പുഷ്പ 1 അവസാനിപ്പിച്ച പോലെ തന്നെ പുഷ്പ 3 അവസാനിപ്പിക്കുകയും ചെയ്തു. നമുക്ക് മലയാളികൾക്ക് ഇത് അത്ര ദഹിക്കണമെന്നില്ല എങ്കിലും തെലുങ്ക് ആൾക്കാർക്ക് വളരെ രീതിയിലുള്ള അടിപൊളി ഫൈറ്റും റിയലിസ്റ്റിക് ആയിട്ടുള്ള ക്യാമറ, സിനിമാറ്റോഗ്രാഫി ഫാന്റാസ്റ്റിക് ആണ്. അടിപൊളിയായിട്ട് ഇത് എടുത്തിട്ടുണ്ട് മൂവി. പിന്നെ ഒരുപാട് പണം ചെലവഴിച്ച് തന്നെ എടുത്ത മൂവിയാണ്. അല്ലു അർജുനൻ ഇത്തിരി പ്രായമായ രീതിയിൽ അഭിനയിച്ചുവെങ്കിലും അത് കാണാൻ അത്ര ഒരു സുന്ദരനായില്ല എന്നൊരു പരാതി എല്ലാവരും പറഞ്ഞു. ശരിയായിരിക്കാം, മേ ബി. പിന്നെ സംസാര രീതിയും പഴയതിനേക്കാളും കുറച്ചുകൂടി വികൃതമായി എന്ന് വേണമെങ്കിൽ പറയാം. എപ്പോഴും നാക്ക് പുറത്തിട്ട് ഒരു തുപ്പലൊക്കെ ഉള്ള രീതിയിലുള്ളത് ഒരു ഇറിറ്റേഷൻ ഫീലിംഗ് മലയാളികൾക്ക് ഫീൽ ചെയ്യും. പിന്നെ ക്ലൈമാക്സിലൊക്കെ മാസ് ഡയലോഗുകളും കാര്യങ്ങളും ഉണ്ട്, ട്വിസ്റ്റുകളും വരുന്നുണ്ട്. പക്ഷെ നമുക്ക് മലയാളികൾക്ക് എത്രത്തോളം ദഹിക്കുമെന്ന് പറയാൻ പറ്റില്ല. റിവ്യൂസ് ഇപ്പൊ തന്നെ പലതും നെഗറ്റീവാണ് കാണുന്നത്. നല്ല മൂവിയാണ്, ജസ്റ്റ് ഇരുന്ന് കാണാം, അത്രയേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ നായകന്റെ ഭാര്യയായിട്ട് അഭിനയിച്ച ആളും നല്ല രീതിയിൽ അഭിനയിച്ചു. ഐറ്റം സോങ്സ് പരാജയപ്പെടുത്തി. പഴയ രീതിയിലുള്ള ഒരു രീതിയിലും നമുക്കത് പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല. ഔട്ട് ഓഫ് 10 ഒരു 7 അല്ലെങ്കിൽ 6.5 ഒക്കെ നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി, IMDb റേറ്റിംഗ് ഒക്കെ വരുവാണെങ്കിൽ തന്നെ. സോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നല്ല മൂവിയാണ്. മലയാളത്തിൽ തമിഴിലോ അല്ലെങ്കിൽ തെലുങ്കിലോ കാണാൻ നോക്കുക. മലയാളത്തിൽ കണ്ടു കഴിഞ്ഞാൽ അത്ര ഒരു സുഖമാവുമെന്ന് തോന്നുന്നില്ല. ഒരു മൂവി റിവ്യൂ ആയിട്ട് കണക്കാക്കണ്ട. ദാറ്റ് ഈസ് എ മോട്ടിവേഷൻ വീഡിയോ. ഭാര്യയുടെ വാക്ക് കേട്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നല്ല ഉയർച്ച ഉണ്ടാവുമെന്ന് തുടർന്ന് കാണിക്കുന്ന ഒരു മൂവിയാണ്. ഞാൻ നിങ്ങളുടെ മോട്ടിവ് ഫൈൻഡർ, സൈനിങ് ഓഫ്. ബൈ. എന്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ.